മലപ്പുറം തിരൂരങ്ങാടി RTO ഓഫീസിന് കീഴിൽ 7ഓളം വ്യാജ RCകൾ നിർമ്മിച്ച സംഭവത്തിൽ പോലീസ് കേസിൽ പങ്കുള്ള MVD ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാരോപിച്ചാണ് നിലവിൽ യൂത്ത് ലീഗ് ഉപരോധ സമരം നടത്തുകയാണ്. നിലവിൽ തിരൂരങ്ങാടി സബ് RTO ഓഫീസ് അടച്ചു പൂട്ടിക്കൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിച്ച് കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ഇതിന്റെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ കേസിൽ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന്, ഈ തിരൂരങ്ങാടി RTO ഓഫീസിന് സമീപത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിലെ ഉടമ, അതോടൊപ്പം തന്നെ മറ്റു 2 പേർ. ഇങ്ങനെയാണ് പ്രധാനമായും അറസ്റ്റിലായിട്ടുള്ള 3 ആളുകൾ. ഇവർ പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രത്യേകിച്ച് തിരൂരങ്ങാടി സബ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ വ്യാജ RC നിർമ്മാണത്തിന് സഹായം ഈ പ്രതികൾക്ക് നൽകിയെന്ന് ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് നിലവിൽ യൂത്ത് ലീഗ് പ്രതിഷേധ സമരവുമായി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഈ കേസിൽ പ്രധാന പ്രതിയാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള മൊഴി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ തുടക്കം മുതലേ പോലീസിനുള്ള ഒരു നിഗമനം ഇപ്രകാരമായിരുന്നു. അതായത് ഒരിക്കലും തന്നെ ഇത്തരം വ്യാജ RC നിർമ്മിക്കുന്നതിന് MVD ഓഫീസിലോ അല്ലെങ്കിൽ ഈ തിരൂരങ്ങാടി RTO ഓഫീസിൽ നിന്ന് സഹായം ലഭിക്കാതെ ഇങ്ങനെ നിർമ്മിക്കാൻ പുറത്തുനിന്ന ഒരാൾക്ക് കഴിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം കേസിൽ തന്നെ. എന്നാൽ പിന്നീട് സമ്മർദ്ദം മൂലമാണ് ഈ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് എന്നുള്ളതാണ് നിലവിൽ യൂത്ത് ലീഗ് കേസിലെ തുടക്കം മുതൽ തന്നെ ഈ ആരോപിച്ചിരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ സമരം? അതായത് കഴിഞ്ഞ ദിവസം വ്യാജ RCയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഓഫീസിൽ നിന്നും ചെയ്തു കൊടുത്ത ഒരാളെ പോലും പിടികൂടാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല. ഈ കേസ് അട്ടിമറിക്കാനാണ് ഉടനീളം പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം VB ബെന്നി, അതായത് താന്നൂർ DYSP ഞങ്ങൾക്ക് തന്ന മറുപടിയാണിത്. ഈ മറുപടിയിൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വെള്ളപൂശുന്ന നിലപാടാണ് DYSP സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടല്ല DYSP തയ്യാറാക്കിയിട്ടുള്ളത്. കൃത്യമായി ഇതിലെ 1-ാം പ്രതിയായ നിസാർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്, ഇന്ന ആളുകളൊക്കെയാണ് ഇതിലെ പ്രതികൾ എന്നുള്ളത്. പക്ഷേ ആ മൊഴി ഒരിക്കൽ പോലും മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രി തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഈ ഒത്തുകളി നടത്തുന്നത് എന്നാണ് യൂത്ത് ലീഗിനെ ആരോപിക്കാനുള്ളത്. സമരം ഇങ്ങനെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കുന്നവരെ സമരം തുടരുന്നുള്ളതാണോ? തീർച്ചയായിട്ടും തുടരും. ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് കൊണ്ടൊന്നും ഞങ്ങൾ ഇതിൽ നിന്നും പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെയും ഇതുപോലെ തന്നെ ഇവിടെ സമരം ഉണ്ടാവും. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് സമരം മാറ്റുന്നതിനെക്കുറിച്ചും യൂത്ത് ലീഗ് ആലോചിക്കുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ യൂത്ത് ലീഗ് ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നിലവിൽ സോഫ്റ്റ്വെയർ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ പെട്ടിക്കട അസോസിയേഷന്റെ മന്ത്രിയല്ല. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസുകൾക്ക് അദ്ദേഹത്തിന്റെ പരിധിയിലാണ്. ട്രാൻസ്പോർട്ട് ഓഫീസുകൾ അദ്ദേഹത്തിന്റെ പരിധിയിലാണെന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് സെക്യൂരിറ്റിയാണ് ഇതിനൊക്കെ ഉള്ളത്? ഒരു സോഫ്റ്റ്വെയർ പുറത്തുനിന്ന് ഹാക്ക് ചെയ്ത് കണ്ടുണ്ടാക്കാൻ കഴിയുന്ന അതല്ല RC. ഇവിടെ പുറത്തുനിന്ന് ചെയ്യിച്ചാളും ചെയ്തു കൊടുത്ത ഏജന്റ് ഉള്ളിൽ പോയിട്ടുള്ളൂ. ഉള്ളിൽ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഉള്ളിൽ പോകുന്ന വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഏതായാലും യൂത്ത് ലീഗ് അവരുടെ സമരം തുടരുകയാണ്. പ്രധാനമായും ഈ കേസിലെ 1-ാം പ്രതിയായിരിക്കുന്ന നിസാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. 24 തന്നെയാണ് പുറത്തുവിട്ടത്. അതിൽ പറഞ്ഞത് ഈ തിരൂരങ്ങാടി RTO ഓഫീസിൽ നിന്നും വ്യാജ RC നിർമ്മാണത്തിന് സഹായം ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ ആ പ്രതി മൊഴി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് അത് പോലീസ് ഔദ്യോഗികമായി അത് പറയാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല അത്തരത്തിൽ മൊഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ സമരവുമായി എത്തുകയും ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.